ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള ശൂനോയ നോമ്പ് നാം ആചരിക്കുകയാണല്ലോ. ഓഗസ്റ്റ് 15 വാങ്ങിപ്പ് പെരുന്നാളും മർത്തമറിയ സമാജ ദിനവും നാം കൊണ്ടാടുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ മറിയന്മാരുടെ ബഹുത്വവും മഹത്വവും എന്നുള്ളതാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ചുരുക്കം ചില സ്ത്രീകളെപ്പറ്റി മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ഇവരിൽ കൂടുതലും മേരി എന്നോ മേരിയുടെ മറുപേര് നാമധേയങ്ങളിലോ ആണ് അറിയപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് മാതാവ് മേരിയെ ഹീബ്രു ഭാഷയിലെ പഴയ നിയമ പുസ്തകത്തിൽ മറിയം എന്നും അരാമിക് ഭാഷയിൽ മിറിയം എന്നും പുതിയ നിയമത്തിൽ മറിയ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 21-22 വാക്യങ്ങളിലാണ് ആദ്യമായി ഒരു മറിയാം പ്രത്യക്ഷപ്പെടുന്നത്. അത് മോശയുടെയും അഹറോന്റെയും സഹോദരി മിരിയാം ആണ്. ഈ മിരിയാം ഒരു പ്രവാചകിയായിരുന്നുവെങ്കിലും പിന്നീട് മോശയെ വിമർശിച്ചതിന് യഹോവയാൽ ശിക്ഷിക്കപ്പെട്ടു. അവർ ഹിമം പോലെ വെളുത്ത കുഷ്ഠരോഗിണിയായി തീർന്നു. പഴയ നിയമത്തിൽ രണ്ടാം മറിയ കാണുന്നത് 1 ദിനവൃത്താന്ത പുസ്തകം 64-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ്. അവിടെ മറിയയുടെ മറുപേരായ മിരിയാം എന്ന നാമധേയത്തിൽ ഒരാളെ പ്രസവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പല മറിയമാരെയും നാം കാണുന്നു. ഇവരിൽ മുഖ്യ സ്ഥാനം നൽകിയിരിക്കുന്നത് മാതാവായ വിശുദ്ധ മറിയാമിനാണ്. ഗബ്രിയേൽ മാലാഖയോട് പ്രതികരിച്ച വിധവും എലിസബത്തിനെ അഭിവാദ്യം ചെയ്ത രീതിയും മറ്റും പരിശോധിക്കുമ്പോൾ അമ്മ മറിയം എത്രമാത്രം ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ആദ്യം മുതൽ മുഴുകിയിരുന്ന ഒരാളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ ശൈശവ ബാല്യകാലങ്ങളിൽ അമ്മ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. കൂടാതെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്തും ക്രൂശുമരണ സമയത്തും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും പരിശുദ്ധ അമ്മയുടെ താഴ്മയും വിശ്വാസവും സഹനവും കരുതലുമൊക്കെ ഏറ്റവും മാതൃകയായി വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ച വേളയിൽ പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ കൂടാതെ പല സ്ത്രീകളും അനുഗമിച്ചിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണാം. ഇവരിൽ പ്രധാനി മഗ്ദലക്കാരി മറിയയായിരുന്നു. ഈ സ്ത്രീ ഒരു പുറജാതിക്കാരിയും രോഗിയും 7 ബാധയ്ക്ക് അടിമപ്പെട്ടിട്ടുള്ളവളുമായിരുന്നു. ഇവളെ യേശുനാഥൻ ബാധകളിൽ നിന്നും എല്ലാം സൗഖ്യം നൽകി അവൾക്ക് ശാരീരികവും മാനസികവും ആയ ശക്തി നൽകി. അതിനാൽ അവൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ മറ്റു സ്ത്രീകളെക്കാൾ മുൻപന്തിയിൽ നിന്നതായി തിരുവചനം വെളിപ്പെടുത്തുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ മറിയയ്ക്കായിരുന്നു. വേദപുസ്തകത്തിലെ പ്രാധാന്യമുള്ള മറ്റൊരു മറിയ മാർത്തയുടെയും ലാസറിന്റെയും സഹോദരി മറിയയാണ്. യേശുക്രിസ്തുവിന്റെ തിരുവചനം കേൾക്കാൻ വളരെ വാഞ്ചിച്ചിരുന്ന ഒരാളായിട്ടാണ് ഈ മറിയയെ തിരുവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ മറിയെ ആണ് വേദപുസ്തകത്തിൽ പ്രാധാന്യത്തോടെ കാണിച്ചിട്ടുള്ള മറ്റൊരു മറിയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വാക്യത്തിൽ കുരിശുമരണ വേളയിലും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും മറിയ സന്നിഹിതയായിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരാളായിട്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു മറിയം യേശുവിൻ്റെ കുരിശുമരണത്തിന് ദൃക്സാക്ഷിയായി കാണിക്കുന്ന ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യം
വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ റോമാലേഖനം 16 അധ്യായം 6 വാക്യത്തിൽ മറിയയ്ക്ക് വന്ദനം ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമിലുണ്ടായിരുന്ന വിശ്വാസികൾക്ക് വളരെ സേവനം നടത്തിയ ഈ മറിയയ്ക്ക് വന്ദനം ആശംസിക്കുകയും അവളെ പുകഴ്ത്തുകയും ചെയ്തതായി കാണാം. ഈ മറിയമാരിൽ ഏറ്റവും ഉന്നത സ്ഥാനം വിശുദ്ധ കന്യാമറിയത്തിനാണ്. എലിസബത്ത് മറിയയെ കണ്ടപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണല്ലോ. മാതാവിന്റെ പ്രതിവചനമോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നാണ്. അതിനാൽ വിശുദ്ധ മാതാവിനെ എന്നും ലോകം സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത നമുക്കെന്നും കാവലും കോട്ടയായിരിക്കട്ടെ.